ആമിൽ അൽ റസൂൽ അധ്യായം 26. അഗ്രിപ്പ മലിക് പൗലോസിനോട് പറഞ്ഞു, നിനക്ക് പറയാനുള്ളത് പറയാൻ അനുവദിക്കുന്നു. അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് വാദിച്ചു തുടങ്ങി. അഗ്രിപ്പ മലിക്കേ, ജൂതന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളെക്കുറിച്ച് അങ്ങയുടെ ഹദ്റത്തിൽ വാദം നടത്താൻ സാധിക്കുന്നത് ഒരു നസീബായി ഞാൻ കരുതുന്നു. ജൂതരുടെ ഇടയിലുള്ള ആചാരങ്ങളും ഖിലാഫത്തുകളും അങ്ങേക്ക് നന്നായി അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ ഞാൻ ഷഹാദത്തിലുമാണ്. ഞാൻ പറയുന്നത് അങ്ങ് സബൂറോടെ കേൾക്കണമെന്ന് തലബ് ചെയ്യുന്നു. എൻ്റെ ആളുകളുടെ ഇടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചതെങ്ങനെയാണെന്ന് എല്ലാ ജൂതർക്കും അറിയാം. ഞാൻ ഞങ്ങളുടെ ദീനിൻ്റെ ഏറ്റവും ഹമാസത്തായ മദ്ഹബിൽപ്പെട്ട ഫരിസേയനായിട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്ക് അറിവുള്ളതാണ്. മനസ്സുണ്ടെങ്കിൽ അത് ഷഹാദത്തായി പറയാനും അവർക്ക് സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഞങ്ങളുടെ ബാപ്പമാരോട് അള്ളാഹു ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചതുകൊണ്ടാണ്. നമ്മുടെ 12 ഖബീലുകളും രാത്രിയും പകലും ഹമാസത്തായി ഇബാദത്ത് ചെയ്തുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. യാ മലിക്, അതേ പ്രത്യാശ തന്നെയാണ് എൻ്റെ മേൽ കുറ്റം ചെയ്യുന്നതിന് ജൂതർക്ക് കാരണമായിരിക്കുന്നതും. മൗത്തായവരെ അള്ളാഹു ഉയർപ്പിക്കുന്നു എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നതല്ല എന്ന് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്ത്? നസ്രീനായ ഈസയുടെ നാമത്തിന് വിരോധമായി എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് എനിക്കും ഒരു ഫിക്കർ ഉണ്ടായിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഖതീബുമാരിൽ നിന്ന് ലഭിച്ച സുൽത്തത്തോടെ സ്വാലിഹീങ്ങളിൽ പലരെയും ഞാൻ തടവറയിലാക്കുകയും അവരെ കൊല്ലുന്നതിനെ ഞാൻ മുസായിദ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എല്ലാ പള്ളികളിലും ചെന്ന് അവരെ അദാബിലാക്കിക്കൊണ്ട് ഈമാൻ ഉപേക്ഷിക്കുന്നതിന് നിർബന്ധിച്ചു. അവർക്കെതിരെ ഏറെ മജ്നൂനായിക്കൊണ്ട് മറ്റു മദീനകളിൽ പോലും പോയി ഞാൻ അവരെ അദാബിലാക്കി. അങ്ങനെ ഖതീബുമാരിൽ നിന്ന് ലഭിച്ച സുൽത്തത്തും വസിയത്തും വാങ്ങി ഞാൻ ദമസ്കസിലേക്ക് യാത്ര പോകുമ്പോൾ, അല്ലയോ മലിക്, നട്ടുച്ചയ്ക്ക് വഴിയിൽ വെച്ച് ആകാശത്തിൽ നിന്ന് സൂര്യൻ്റെ വെളിച്ചത്തെ വെല്ലുന്ന ഒരു വെളിച്ചം എൻ്റെയും കൂടെ യാത്ര ചെയ്യുന്നവരുടെയും ചുറ്റും മിന്നിത്തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഞങ്ങളെല്ലാവരും നിലത്ത് വീണപ്പോൾ ഇബ്രാനി ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു അശരീരി ഞാൻ കേട്ടു. ഷൗൽ, ഷൗൽ, നീ എന്നെ അദാബിലാക്കുന്നത് എന്തുകൊണ്ട്? ആണിയിൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഞാൻ ചോദിച്ചു, റബ്ബേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ അദാബിലാക്കുന്ന ഈസയാണ് ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതിനും ഇനി കാണുവാനിരിക്കുന്നതുമായ കാര്യങ്ങൾക്കും ഷുഹൂദും ഖിദ്മത്തുകാരനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് ളുഹൂറാക്കപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിന്റെ ഖൗമിലേക്കും ജൂതരല്ലാത്തവരിലേക്കും അയക്കുന്നു. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കും ഇബ്ലീസിൻ്റെ സുൽത്തത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിയാനും മഗ്ഫിറത്ത് കബൂൽ ചെയ്യാനും എന്നിലുള്ള ഈമാൻ വഴി സ്വാലിഹീങ്ങളുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് യാ അഗ്രിപ്പ മലിക്, ഞാൻ ജന്നത്തിൻ്റെ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. ആദ്യം ദമസ്കസിലുള്ളവരോടും പിന്നെ ജെറുസലേമിലും യഹൂദായിൽ എല്ലായിടത്തുമുള്ളവരോടും ജൂതരല്ലാത്തവരോടും അവർ തൗബ ചെയ്യണമെന്നും തൗബക്ക് യോജിച്ച അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹദ്റത്തിലേക്ക് തിരിയണമെന്നും വയല് പറയുകയാണ് ചെയ്തത്. ഇക്കാരണത്താലാണ് ജൂതന്മാർ പള്ളിയിൽ വെച്ച് എന്നെ പിടികൂടുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. ഇന്നുവരെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ ഷഹാദത്ത് നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും. അൽ മസീഹ് അദാബ് സഹിക്കണമെന്നും മൗത്തായവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവനായി ജൂതരോടും ജൂതരല്ലാത്തവരോടും വെളിച്ചത്തെ അറിയിക്കുകയും ചെയ്യുമെന്ന് നബിമാരും മൂസയും നുബൂവത്ത് നൽകിയിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ വയല് പറയുന്നില്ല. പൗലോസ് ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ്, നീ മജ്നൂനാണ്. നിന്റെ അളീമായ ഇൽമ് നിന്നെ മജ്നൂനാക്കിയിരിക്കുന്നു. പൗലോസ് പറഞ്ഞു,
അലീമായ ഫെസ്തൂസ്, ഞാൻ മജ്നൂനല്ല, സുബോധത്തോടെ ഹക്ക് പറയുകയാണ്. മലിക്കിന് ഇക്കാര്യങ്ങൾ മനസ്സിലാകും, അതുകൊണ്ട് ഞാൻ അവനോട് തുറന്നു പറയുകയാണ്. ഇവയിലൊന്നുപോലും അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് നിശ്ചയമുണ്ട്. കാരണം ഇത് ഒഴിഞ്ഞ ഒരു കോണിൽ നടന്ന കാര്യമല്ല. അഗ്രിപ്പ മലിക്കേ, അങ്ങ് നബിമാരിൽ ഈമാൻ അർപ്പിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ മലിക്ക് പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ മസീഹിയാക്കാമെന്നാണോ നീ ചിന്തിക്കുന്നത്? പൗലോസ് പറഞ്ഞു, എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്ന് എൻ്റെ കലാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയൊഴികെ എന്നെപ്പോലെ ആകണമെന്നാണ് ഞാൻ അള്ളാഹുവിനോട് ദുആയിരിക്കുന്നത്. അപ്പോൾ മലിക്കും ദേശാധിപതിയും ബർണിക്കയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എഴുന്നേറ്റ് നിന്നു. അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു, ഈ ഇൻസാൻ വധശിക്ഷക്കോ ചങ്ങലയിൽ ഇടാനോ അർഹിക്കുന്നതൊന്നും ചെയ്തതായി കാണുന്നില്ല. അഗ്രിപ്പ ഫേസ്തൂസിനോട് പറഞ്ഞു, കൈസറിൻ്റെ മുമ്പാകെ മേൽവിചാരണയ്ക്ക് തൊലവ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇവനെ വിട്ടയക്കാമായിരുന്നു.